ഹലോ, അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെൻറ്റ് കൂടിയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇതാ ഷൈനി ചേച്ചി അനൂപേട്ടനും മോളുടെ കാണാനായിട്ട് ചെല്ലാനത്ത് നിവിടം വരെ വന്നിരിക്കുന്നു. അതും ഒരു വള്ളത്തിലെ മുഴുവൻ മീനും കൊണ്ട്. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ മുഴുവൻ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. ലേറ്റായി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഷൈനി ചേച്ചിക്കും അനൂപേട്ടനും എന്ത് കൊടുത്തു വിടുമെന്നായി ചിന്ത. അപ്പോൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് കുമ്പളങ്ങ. ഞങ്ങളുടെ വീട്ടിൽ നിറച്ച് കുമ്പളങ്ങ. അപ്പം ഞങ്ങൾ കരുതിയത് ആർക്കും പിറന്നാൾ കൂടാൻ വന്ന എല്ലാവർക്കും ഞങ്ങൾ കുമ്പളങ്ങ തിരിച്ചു കൊടുത്താൽ വിട്ടു. ആദ്യമായിട്ടായിരിക്കും ഒരു ബർത്ത്ഡേക്ക് വന്നിട്ട് കുമ്പളങ്ങ റിട്ടേൺ ഗിഫ്റ്റ് കിട്ടുന്നത്. സാധാരണ എല്ലാവർക്കും ചോക്ലേറ്റ് ബോക്സ് ഒക്കെ ആവും കിട്ടുക. ഞങ്ങൾ മോളുടെ പേരെഴുതിയ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റൊക്കെ ഗിഫ്റ്റ് വെച്ചിരുന്നു. പക്ഷെ അത് വളരെ കുഞ്ഞിതല്ലേ, അപ്പോൾ ഇച്ചിരി കനത്തിൽ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ബർത്ത്ഡേക്ക് വന്ന എല്ലാവർക്കും ഞങ്ങൾ കുമ്പളങ്ങ ഗിഫ്റ്റ് കൊടുത്താണ് വിട്ടത്. അപ്പോൾ എന്തായാലും കുമ്പളങ്ങയൊക്കെ എടുത്ത് ചാക്കി കെട്ടിയിട്ട് നേരെ കമ്പിളി നാരങ്ങ പറിക്കാൻ പോയി. ഓരോരുത്തരുടെ നാട്ടിൽ ഓരോ പേരായിരിക്കും. ഇവിടെ ഇതിന് കമ്പിളി നാരങ്ങ, ബംബ്ലൂസ് നാരങ്ങ എന്നൊക്കെ അറിയാം. ഷൈനി ചേച്ചി കമ്പിളി നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആദ്യം പറിച്ച് ഒരെണ്ണം കയ്യിൽ വെച്ചു. തൊട്ടടുത്ത പറമ്പിൽ തന്നെയാണ്. പിന്നീട് തോട്ടിയും കൊണ്ടുപോയി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് മുഴുവൻ കുലുക്കി പറിച്ച് ഒരു ചാക്ക് കമ്പിളി നാരങ്ങ ഒപ്പിച്ചു. അവിടെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു പറമ്പാണ്, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ മോള് നിലത്തൊക്കെ ഇരുന്ന് കുറച്ച് കമ്പിളി നാരങ്ങ ആദ്യം തന്നെ ചെത്തി ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അതിൽ കൂടെ ഒക്കെ കറങ്ങി നടന്നു. അവിടെ നടുക്കൊരു തോടുണ്ടായിരുന്നു, വെള്ളമൊക്കെ വറ്റിപ്പോയി. ഇപ്പം വെള്ളമില്ല. ഒരാൾ കളിക്കുന്ന സൗണ്ടാണത്. അങ്ങനെ ഞങ്ങൾ കമ്പിളി നാരങ്ങയൊക്കെ പറിച്ച് ചെത്തി കഴിച്ച് പിന്നെ റോഡിൽ നിന്ന് നേരെ പറമ്പിൽ നിന്ന് നേരെ റോഡിലേക്ക് വണ്ടി കിടക്കുന്നിടത്തോട്ട് കൊണ്ടുപോയി കമ്പിളി നാരങ്ങ ചാക്കയപ്പടി കൊണ്ടുപോയി വെച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവർക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. കുറച്ച് നേരം കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പോയത്. ഇവരെ കൊണ്ടുപോയി വിടാനായിട്ട് ഞങ്ങളും മേളിൽ വരെ കയറി. വീട്ടിൻ്റെ മുറ്റത്ത് വണ്ടി വരില്ലാത്തതുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവരെ കൊണ്ടുപോയി വിടാനെന്ന പേരിൽ മേളിൽ വരെ കയറി പോവുക ഇപ്പം ഞങ്ങൾക്കൊരു ഹരമാണ്. അവർക്കും ഒരു സന്തോഷം, പിന്നെ ഞങ്ങൾക്കും ഒരു സന്തോഷം. അങ്ങനെ അവർക്ക് കൊടുത്തു വിടാനുള്ളതൊക്കെ ഒരുക്കി കെട്ടി. അവർ മീൻ കൊണ്ടുവന്ന വലിയ 2-3 ബക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ഷൈനി ചേച്ചി സ്നേഹം കൊണ്ട് എപ്പോഴും അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ് അനൂപേട്ടനും ഷൈനി ചേച്ചി. ഷൈനി ചേച്ചിയുടെ ഹസ്ബൻഡ് ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരും. എല്ലാ തവണയും വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ വരാൻ വീട്ടിൽ വന്നിട്ട് സംസാരിച്ചു. ചേട്ടൻ ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു മോളെ കാണാൻ. അങ്ങനെ മോളുടെ ബർത്ത്ഡേക്ക് ഷൈനി ചേച്ചിയാണ് യാത്ര പറഞ്ഞു പോകുന്നത്. അവര് വന്നതിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെല്ലാനത്ത് നിന്ന് ഇവിടം വരെ വന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. അത് മോളെ കാണാൻ വേണ്ടിയിട്ട് മാത്രം. എന്റെ മോൾ ഉണ്ടായതിനു ശേഷം എപ്പോഴും ഞങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റുകളുണ്ട്. കാണാൻ വേണ്ടി അതൊക്കെ അവളുടെ വലിയ അനുഗ്രഹങ്ങളായിട്ട് ഞങ്ങൾ കരുതുന്നു. അങ്ങനെ അവർ യാത്ര പറഞ്ഞു പോയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് രണ്ടുപേരും നടന്നാട്ടോ വീട്ടിലോട്ട് വന്നു. എൻ്റെ കൊച്ചു നടന്ന് മടുത്തു. ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ വീഡിയോ കാണുവാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ മോളും നന്ദി പറഞ്ഞിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വേണ്ടെന്ന്